സജ്ജമായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ക്ഷേത്രസന്നിധിയിൽ പൊങ്കൽ സമർപ്പണത്തിലേക്ക് ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും അതിന് തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുന്നു. മഹാക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല വഴിപാട് മഹാദേവന്റെ ഇഷ്ട വഴിപാടായ പൊങ്കാല ദൃശ്യങ്ങളാണ്. ഹരിഹരപുരം പഞ്ചമൂർത്തി മഹാദേവ ക്ഷേത്ര സ്ഥാപിതമാണ്. ഇന്ന് ഇവിടുത്തെ തിരുനാൾ മഹോത്സവമാണ്. തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പൊങ്കലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഭാഗവതപാരായണമല്ല, ശിവ സ്തുതിയാണ്, പഞ്ചാക്ഷരി മന്ത്രസ്തുതിയാണ്. Shivaya, Om Namo
മഹാദേവ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ക്ഷേത്രമാണ്. അതായത് നമ്മൾ വയലിൻ്റെ മധ്യത്തായിട്ട് ആ കാണുന്ന വനനിബിഡമായ പ്രദേശം, ആ പ്രദേശത്ത് പണ്ട് പുല്ലറുക്കാൻ വന്ന ഒരു സ്ത്രീ പുല്ലറുത്തപ്പോൾ പാറയിൽ അവിടെ നിന്ന ഒരു ശിലയിൽ ആ അറുപ്പ് കത്തിക്കൊള്ളുകയും ആ കല്ലിൽ നിന്ന് രക്തം വന്നു എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രം, ആ ശിലയാണ് ഇവിടെ പ്രതിഷ്ഠമായി പിന്നെ പുനരുദ്ധാരണം നടന്ന് ശിവക്ഷേത്രമായി മാറിയെന്നൊരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ പുല്ലറുക്കാൻ വന്ന സമയത്ത് 5 തലയുള്ള ഒരു കോഴിയെ പുല്ലറുക്കാൻ വന്ന ഒരു സ്ത്രീ, ഒരു വേടസ്ത്രീ എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അതിനെ കുറിച്ചുള്ള ചരിത്രം പറഞ്ഞൂടെ, കാണുകയും കണ്ടതിന് ശേഷം അത് 5 മൂർത്തി ദേവനായ മഹാദേവനായിരുന്നു. അത് ആണ് ആ ഒരു എന്താ പറയുന്ന ശക്തി സ്വരൂപമാണ് ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠിതമായത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ എന്ത് തന്നെയായാലും ഒരുപാട് സത്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ്, ഒരു മഹാക്ഷേത്രമാണ് ഹരിഹരപുരം അഞ്ചുമൂർത്തി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കുളം ആണ്, കുളത്തിൻ്റെ പരിസരവും കാര്യവുമൊക്കെയാണ്. അതായത് ദേവൻ്റെ ആറാട്ട് നടക്കുന്ന കുള പരിസരങ്ങളാണ്. ഇവിടെ കുതിരയുള്ള ക്ഷേത്രമാണ്. എടുപ്പ് കുതിര, നെടും കുതിരയുടെ പണിപ്പുരയിലാണ്. നമുക്ക് ഒന്ന് സൂം ചെയ്താൽ കാണാൻ സാധിക്കും. അതിൻ്റെ കൂമ്പ് ഭാഗമാണ്. അതേ കണക്ക് ബാക്കി അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വയലിൽ കണ്ടാ കാണുന്ന കാവിന് 4 ചുറ്റും 3 വലത്താണ് ഇവിടുത്തെ കുതിര എടുക്കുന്നത്. ഹരിഹരപുരം നിവാസികളും പുതുക്കുളം നിവാസികളുമായ മഹാദേവ ഭക്തന്മാരുടെ തോളിൽ മഹാദേവന്റെ ഇഷ്ട വഴിപാടായ നെടും കുതിര ഒരുമയോടെ എടുത്ത് അമ്മാനമാടിയാണ്, സത്യത്തിൽ നല്ല രീതിയിൽ കളിപ്പിച്ചാണ് ആ കുതിര കൊണ്ട് ഇറക്കുന്നത്. അത് വളരെ പ്രസിദ്ധമായ, ചരിത്രപ്രസിദ്ധമായ നെടുംകുതിരെടുപ്പ് അഞ്ചുമൂർത്തിയുടെ തിരുമുന്നിൽ വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. അവസാന തിരുനാൾ ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് നെടുംകുതിരെടുപ്പ്. പൊങ്കാൽ നേദ്യ സമയമായി എന്നാണ് തോന്നുന്നത്. ക്ഷേത്രതന്ത്രി വന്ന് എല്ലാ പുണ്യകർമ്മത്തിന് സാക്ഷ്യമാകുകയാണ്.
അതുപോലെ തന്നെ അഞ്ചുമൂർത്തി മഹാദേവന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിഴക്കേ വീട് ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിലെയും തിരുനാള് രണ്ടും തലേന്നും പിറ്റേന്നുമാണ്. അതുകൊണ്ട് രണ്ടും കൂടെ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് രണ്ട് ഉത്സവവും ഒരു കോമ്പൗണ്ടിലാണ് നടത്തപ്പെടുന്നത്. ഓരോ ദിവസം മാറിയും തിരിഞ്ഞുമാണ് നടത്തപ്പെടുന്നത്. ഒരു ദിവസം 2 ദിവസം അഞ്ചുമൂർത്തിയുടെ ഉത്സവമെങ്കിൽ മറ്റൊരു ദിവസം, അതായത് ഉത്രം തിരുനാൾ, അത് അത്തമാണ് അഞ്ചുമൂർത്തിയുടെ തിരുനാളെങ്കിൽ കിഴക്കേ വീട് ദേവീക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവമാണ് നടക്കുന്നത്. അതായത് അത്തം ഉത്രം അത് രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ആ ഒരു പീരീഡിലാണ് ഈ രണ്ട് ക്ഷേത്രത്തിലെ ഈ രണ്ട് മഹാക്ഷേത്രങ്ങളിലെ തിരുനാൾ ഉത്സവം നടക്കുന്നത്. ആരംഭിക്കുകയാണ്. പ്രഭാത ഭക്ഷണം അടിത്തൊഴുത്തിൽ ആരംഭിക്കുകയാണ്. പ്രഭാത ഭക്ഷണം വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ മധുസൂദനൻ പിള്ള അമ്പാടി ഹരിഹരപുരം. പ്രഭാത ഭക്ഷണം തീർച്ചയായി സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ മധുസൂദനൻ പിള്ള അമ്പാടി ഹരിഹരപുരം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഞ്ചുമൂർത്തിയുടെ എല്ലാവിധമായ കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എല്ലാ സജ്ജനങ്ങളും പ്രഭാത ഭക്ഷണത്തിൽ പങ്കാളികളാകുന്നത് ശരീരത്തിൽ എത്തിക്കുകയാണ്.